ആസ്ട്രേലിയയിലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ബൂമറാങ്. അത് എറിയുന്ന ആളിലേക്ക് തന്നെ ലക്ഷ്യനിർവഹണത്തിന് ശേഷം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ആ ആയുധത്തിൻ്റെ പ്രത്യേകത. ബൂമറാങ് എറിഞ്ഞ ആളുടെ കൈകളിൽ തന്നെയാണ് തിരിച്ചെത്തുക. പക്ഷേ അതിനു മുമ്പ് അത് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ടാവും. നമ്മളല്പം ഗഹനമായിട്ട് ചിന്തിച്ചാൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഒരു ബൂമറാങ് പോലെയാണ് എന്ന് പറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു. തിരികെ സ്വർഗത്തിലേക്ക്, കർത്താവിൻ്റെ മടിയിലേക്ക് നമ്മളെല്ലാവരും തിരിച്ചെത്തുകയാണ്. അപ്പോൾ ഒരു ബൂമറാങ് പോലെയാണ് നമ്മുടെ ജീവിതം. പക്ഷേ അതിനിടയിൽ ലക്ഷ്യം നേടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. എന്താണ് ലക്ഷ്യം? ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത് പ്രത്യേകമായ ദൗത്യവുമായിട്ടാണല്ലോ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ കൂടെയുള്ളവരിലുമെല്ലാം കർത്താവിൻ്റെ ക്ഷമയും കരുണയും സ്നേഹവും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. നമ്മൾ തിരികെ എത്തുമ്പോഴേക്കും സാധിക്കുന്ന എല്ലാവരിലും കർത്താവിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും പങ്കുവയ്ക്കുക എന്നുള്ളത് സാധ്യമാകുമ്പോൾ നമ്മളെല്ലാവരും വിജയിച്ച, തിരികെ കർത്താവിൻ്റെ കരങ്ങളിലെത്തിയ ബൂമറാങ് പോലെ ആവുകയാണ്. ആരെങ്കിലുമൊക്കെ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ വീണുപോകുകയാണെങ്കിൽ ആ ബൂമറാങ് തിരിച്ചെത്തുന്നത് ലക്ഷ്യപ്രാപ്തി നേടാതെയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് എറിയപ്പെട്ട ബൂമറാങ് ആണ് ഞാനെങ്കിൽ ലക്ഷ്യം സാധിച്ച് തിരികെ എത്തുവാനായിട്ട് എനിക്ക് സാധിക്കട്ടെ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.